സ്പിരിറ്റ് എന്ന് പറയുന്നത് സൃഷ്ടിയിൽ ഉൾപ്പെടുന്ന ഒന്നല്ല. ഇറ്റ്സ് അൺക്രിയേറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ദൈവത്തെ ആരെങ്കിലും സൃഷ്ടിച്ചാണോ? അല്ല. അതുകൊണ്ട് തന്നെയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഇത് സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതല്ല. ഇത് ഗോഡ്സ് പാർട്ടിക്കിളാണ്. ഇത് ദൈവത്തിന്റെ ഘടകമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഗമാണ്. ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത എന്നാ? ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം റൈച്ചിയസ്, ദൈവം നീതിമാനായോണ്ട് സ്പിരിറ്റ് നീതിമാനാണോ? ഇത് ദൈവത്തിൽ നിന്നാണ്. ഇതൊരു ബീയിങ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു അവസ്ഥ, അതായത് ഒന്നും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്പിരിറ്റ് എന്ന് പറയുന്നത് അതിനൊരു അസ്തിത്വമുണ്ട്, അത് മാറുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവം എങ്ങനെയാണോ അതുപോലെ, അതുകൊണ്ടാണ് സ്ക്രിപ്ചർ പറയുന്നത് ആസ് ഹി ഈസ് സോ ആർ വി ഇൻ ദിസ് വേൾഡ്. അവൻ ആയിരിക്കുന്നത് പോലെ, ക്രിസ്തു എങ്ങനെയായിരിക്കുന്നോ അതുപോലെ നാം ആയിരിക്കുന്നു. അതായത് നമ്മുടെ സ്പിരിറ്റ് ദൈവത്തിൽ നിന്ന് വന്ന് നമ്മുടെ സ്പിരിറ്റുമായിട്ട്, ഹ്യൂമൻ സ്പിരിറ്റുമായിട്ട് ഒന്നായി, യൂണിയനിലായി. ആ സ്പിരിറ്റിനകത്ത് ദൈവത്തിന്റെ ഹോളിനെസ്, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം എന്തെങ്കിലും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണോ? ദൈവം വിശുദ്ധനാണെന്ന് പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വമാണ്, ദൈവത്തിന്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അവസ്ഥയാണ്. അതേ അവസ്ഥയാണ് നിങ്ങൾ ഇവിടെ നിന്ന് എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഇനിയും ഇപ്പോൾ നിങ്ങൾ നീതിമാനായിരിക്കുന്നതിൽ നിന്ന് ഒരു പടി കൂടി നിങ്ങൾക്ക് നീതിമാനാകാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾ ഇനിയും ഒരു പടി കൂടെ നിങ്ങൾക്ക് വിശുദ്ധനാകാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാ? വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. അത് ദൈവം ഓൾറെഡി നമ്മുടെ സ്പിരിറ്റിനകത്ത്, നമ്മുടെ സ്പിരിറ്റുമായിട്ട് ഒന്നാക്കി അതിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്താലും ആ ഹോളിനെസ് മാറുമോ? നമ്മൾ എന്ത് ശരീരത്തിൽ എത്ര ഫാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് റൈച്ചിയസ്നെസ് മാറുമോ? കൂടുകയോ കുറയുകയോ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ദൈവത്തിൽ നിന്നാണ്.